We cannot even think of the cruelties done towards women during the patriarchal period. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ആ അക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് അത് നടന്നിരുന്നോ എന്ന് പോലും നമുക്ക് സംശയിക്കത്തക്കതാണ്. കാരണം അത്രത്തോളം ക്രൂരതകളാണ് സ്ത്രീകൾക്ക് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഹിയർ വി ആർ ഡിസ്കസിംഗ് സച്ച് എ ടോപ്പിക്, പണിഷ്മെന്റ് ബൈ സീമസ് ഹീനി. പ്രശസ്ത വാർ പോയറ്റ് സീമസ് ഹീനിയുടെ പണിഷ്മെന്റ് എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. Seamus Heaney is a famous Irish war poet, and he published this poem in his collection North in 1975. 1975 നോർത്ത് എന്ന അദ്ദേഹത്തിന്റെ കളക്ഷനിലാണ് ഈ കവിത ആദ്യമായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. The poem, along with Bob Kuhn, The Gobel Man, Strange Fruit, and The Tolen Man, inspired by P.V. Gobb's book The Block People. ദ ബ്ലോക്ക് പീപ്പിൾ എന്ന പുസ്തകത്തെ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ കൃതികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പണിഷ്മെന്റ്, അതേപോലെ തന്നെ ബോബ് ക്യൂൻ, ദ ഗോബൽ മാൻ, സ്ട്രേഞ്ച് ഫ്രൂട്ട് ആൻഡ് ടോളൻ മാൻ. ഈ കവിതകൾ ഈ ദ ബ്ലോക്ക് പീപ്പിൾ എന്ന ആ ഒരു പുസ്തകത്തെ സ്വാധീനിച്ചു. ആൻഡ് ദ പോം ഹൈലൈറ്റ്സ് ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ യൂറോപ്സ് ഏൻഷ്യൻ പാസ്റ്റ് ആൻഡ് ട്രബിൾഡ് നോർത്തേൺ ഐലൻഡ്. ഈ കവിതയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് യൂറോപ്പിന്റെ പഴയകാല ചരിത്രം, അതോടൊപ്പം തന്നെ ട്രബിൾഡ് നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ ട്രബിൾസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് ബ്രിട്ടനും അയർലൻഡും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സമയത്തുള്ള ആ കാലഘട്ടത്തെയാണ് ട്രബിൾഡ് പീരീഡ് എന്നറിയപ്പെടുന്നത്. ആ ഒരു ട്രബിൾഡ് നോർത്തേൺ അയർലൻഡിന്റെ അവസ്ഥയും ഉള്ള സാമ്യങ്ങളാണ് അദ്ദേഹം ഈ കവിതയിലൂടെ കമ്പയർ ചെയ്യുന്നത്. The poem depicts the horrific act of violence, that is the drowning of a young woman accused of adultery. ഇതിന്റെ പ്രധാന കഥാതന്തു, ഇതിലൊരു പെൺകുട്ടി അഡൾട്ടറി എന്ന അല്ലെങ്കിൽ വ്യഭിചാര കുറ്റം ചുമത്തി ആ പെൺകുട്ടിയെ മുക്കിക്കൊല്ലുന്നു. ആദ്യം തൂക്കിക്കൊന്നതിന് ശേഷം പിന്നീട് കെട്ടിത്താത്താണ് ചെയ്യുന്നത്, വെള്ളത്തിൽ കെട്ടിത്താത്താണ് ചെയ്യുന്നത്. ആൻഡ് ദ സ്പീക്കർ പിക്ചേഴ്സ് ഹെർ ബോഡി, ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ഡീക്കേ. ഈ കവിതയിലൂടെ ആ പെൺകുട്ടിയുടെ സൗന്ദര്യം, ശരീരം, അതേപോലെ തന്നെ ആ ശരീരത്തിന്റെ സൗന്ദര്യം, അതോടൊപ്പം തന്നെ അതിന്റെ നാശം, ഇതൊക്കെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നു. ആൻഡ് ദ പോം കോൺട്രാസ്റ്റ് ഹിസ് ഫാസിനേഷൻ ടുവേർഡ്സ് ഹെർ ബോഡി വിത്ത് ഹിസ് കണ്ടംപ്റ്റ് ഓഫ് ഹെർ ക്രൈം. ഒരേ സമയം തന്നെ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയുടെ ശരീരത്തോട് ആരാധന തോന്നുന്നു, അതോടൊപ്പം തന്നെ അവൾ ചെയ്ത ആ തെറ്റിനോട് വെറുപ്പും തോന്നുന്നു. ആൻഡ് ഇറ്റ് റിവീൽസ് ദ കോംപ്ലക്സ് മോറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ദ പീരീഡ്. ഇതിലൂടെ ദ പോയറ്റ് ട്രൈസ് ടു റിവീൽ ദ മോറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് പീരീഡ്. ഒരേ സമയം നമ്മൾ പറയും പകൽമാന്യന്മാർ എന്ന് പറയും. ഇവിടെ പല അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക. അതായത് ഇവിടെ അഡൾട്ടറി എന്ന കുറ്റം ചുമത്തി പെൺകുട്ടിയെ മാത്രമാണ് തൂക്കിക്കൊന്നിട്ട് വെള്ളത്തിൽ മുക്കി താഴ്ത്തുന്നത്. അതേസമയം അതിന് കൂട്ടുനിന്ന ആണിന് ഒരു പോരായ്മയും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പകൽമാന്യന്മാർ എന്ന് പറയുന്ന ആ ഒരു മോറൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ദ പോം ഇസ് ഫോക്കസ്ഡ് ഓൺ പേഴ്സണൽ ഗിൽറ്റ് ആൻഡ് ഷെയിം. സാധാരണ സീമസ് ഹീനിയുടെ കവിതകളിൽ വാർ പോയിന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ കവിതകളിൽ കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ വി ക്യാൻ സീ പേഴ്സണൽ ഗിൽറ്റ് ആൻഡ് ഷെയിം. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതായത് പേഴ്സണലി റിലേറ്റഡ് ആയിട്ടുള്ള കവിതയാണ്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദ തീംസ് ഓഫ് ഹിസ്റ്ററി, വയലൻസ് ആൻഡ് അഡൾട്ടറി. പല പല തീംസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ദ പോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 11 stanzas with 4 lines each. ഈ കവിതയിൽ നമുക്ക് 11 stanzas, 11 സ്റ്റാൻസയാണ്. ഓരോ സ്റ്റാൻസയിലും 4 വരികൾ വീതമാണ് ഉള്ളത്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് 2 sections or first 2 stanzas, he imagines how the woman might have looked before the execution or adultery. ആദ്യത്തെ 2 സ്റ്റാൻസയിൽ അഡൾട്ടറി എന്ന അല്ലെങ്കിൽ വ്യഭിചാര കുറ്റം ചുമത്തി അങ്ങനെ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ശരീരം എങ്ങനെ കാണപ്പെടുന്നു എന്നതാണ് അദ്ദേഹം ആദ്യത്തെ 2 സ്റ്റാൻസയിൽ വിവരിക്കുന്നത്. And then he describes what the body looks like now after preserving it in the bog. ബോഗ് എന്ന് പറയുന്നത് ചതുപ്പ് നിലമാണ്. അവിടെ ആ ചതുപ്പ് നിലത്തിൽ കെട്ടി താഴ്ത്തി ആഴത്തിലേക്ക് പോകാൻ വേണ്ടി കല്ല് വെച്ച് താഴ്ത്തുകയാണ്. അങ്ങനെ അവിടുന്ന് പിന്നീട് കുഴിച്ചെടുക്കുകയാണ് ഈ ഒരു ബോഡി.
അങ്ങനെ കുഴിച്ചെടുക്കുന്ന സമയത്ത് ആ ബോഡിക്കുള്ള മാറ്റം എന്താണ്? അവിടെ പ്രിസർവേഷൻ ആണ്. പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക. അവിടെ സൂക്ഷിക്കുകയല്ല, ചതുപ്പ് നിലത്തിൽ കെട്ടിത്താഴ്ത്തി ആ ഒരു ബോഡിക്ക് വരുന്ന മാറ്റങ്ങളാണ് അദ്ദേഹം പിന്നീടുള്ള സ്റ്റാൻസയിൽ വിവരിക്കുന്നത്. ആൻഡ് ദ ബോഡി ഈസ് എ ഫോസിൽഡ് വൺ ഡഗ് ഔട്ട് ഫ്രം അയർലൻഡ്സ് ബോക്സ്. ബോക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലമാണ്. അതായത് ഈ ഡെഡ് ബോഡീസ്, ഇങ്ങനെ ഒരുപാട് ബോഡികൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുഴിച്ചെടുക്കപ്പെട്ട ഒരു ബോഡിയാണിത്. അതിന് ഒരു ഫോസിലായി മാറിയ ആ ബോഡി, അതിന്റെ അവസ്ഥയാണ് പിന്നീട് അദ്ദേഹം വിവരിക്കുന്നത്. ഇറ്റ് ഈസ് ദി ബോഡി ഓഫ് ആൻ എക്സിക്യൂഷൻ വിക്ടിം ഓഫ് എ യങ് വുമൺ ഹാങ്ഡ് ആൻഡ് ഡ്രൗൺഡ് ഫോർ ദ ക്രൈം ഓഫ് അഡൾട്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അഡൾട്ടറി എന്ന കുറ്റം ചുമത്തി ഒരു ചെറിയ പെൺകുട്ടിയെ അവര് കെട്ടിത്തൂക്കിയതിനു ശേഷം ആ ചതുപ്പ് നിലത്ത് കുഴിച്ചിടുന്നതാണ് അതിന്റെ കഥ. നമുക്ക് നോക്കാം. We can move on to the poem. I can feel the tug of the bolt at the nape of her neck, the wind on her naked front. കവി ആദ്യം പറയുന്നു, I can feel the tug എന്ന് പറയുന്നത് കയറാണ്. at the halter of her nape neck, അവളുടെ ആ നല്ല ഷേപ്പുള്ള ആ കഴുത്തിന്റെ അറ്റത്ത് എന്ത് കാണാൻ സാധിക്കും? കയറ് കാണാൻ സാധിക്കും. ആൻഡ് ദ വിൻഡ് ഓൺ ഹെർ നേക്കഡ് ഫ്രണ്ട്. ഹെർ ബോഡി ഈസ് ഇൻ നേക്കഡ് പൊസിഷൻ. നേക്കഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അവളുടെ ശരീരമുള്ളത്. ആ ഒരു ബോഡിയിലൂടെയുള്ള കാറ്റ് ഇവിടെ സ്മെല്ലാണ് പറയുന്നത്. ആ ബോഡിയുടെ സ്മെല്ല് എനിക്ക് അറിയാൻ, ഫൗൾ സ്മെല്ലാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇറ്റ് ബ്ലോസ് ഹെർ നിപ്പിൾസ് ടു ആംബർ ബീഡ്സ് ആൻഡ് ഇറ്റ് ഷേക്സ് ദ ഫ്രെയിൽ റിഗിങ് അറ്റ് ഹെർ റിബ്സ്. ഇവിടെ പറയുന്നു, ദ വിൻഡ് ആൻഡ് ഡ്യൂക്കോസ്, കാലക്രമേണ അല്ലെങ്കിൽ ആ ഒരു കാറ്റിലൂടെ, ഇറ്റ് ഹാർഡൻഡ് ഹെർ ബ്രൗണിഷ് നിപ്പിൾസ് ആൻഡ് ഷഡേഴ്സ് ഹെർ ഡെലിക്കേറ്റ് റിബ്സ് വിച്ച് ലുക്ക് ലൈക്ക് റോബ്സ് ത്രൂ ഹെർ സ്കിൻ. അവളുടെ റിബ്സ്, അവളുടെ വാരിയലൊക്കെ നമ്മൾ പറഞ്ഞു ഫോസിലായി മാറി. ഇപ്പൊ എല്ലും തോലും മാത്രമേ ഉള്ളൂ. ആ ഒരു ഫോസിൽ ആയി മാറിയിട്ട് ആ ഓരോ എല്ലുകളും നമുക്ക് എണ്ണിയെടുക്കാം. റിബ്സ് ഒക്കെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു കയറ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം അവളുടെ എല്ല്. അതേപോലെ തന്നെ അവളുടെ റിപ്പിൾസ് ഒക്കെ ഹാർഡനായി മാറി. അതായത് അവളുടെ നേക്കഡ് ബോഡിയിൽ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. അതായത് ഒരു സ്കെലിറ്റനായി മാറി. ദെൻ I can see her drowned body in the bog and the weighing stone, its floating ropes and bows. The poet says that he can see her drowned body. നമ്മൾ പറഞ്ഞു ആദ്യം തൂക്കിക്കൊന്നതിന് ശേഷം അങ്ങനെ തന്നെ മുക്കിക്കൊന്നതാണ്. ആൻഡ് drowned body in the bog and the weighing stone, ആ ബോഡി താഴ്ന്നു പോകാൻ വേണ്ടി അതിനകത്ത് കല്ല് കെട്ടി താഴ്ത്തിയതാണ്. ആൻഡ് ദ ഫ്ലോട്ടിംഗ് റോബ്സ് ആൻഡ് ബോക്സ്. ഇവിടെ ഫ്ലോട്ടിംഗ് ബോക്സ് ആൻഡ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം പോലെ, അതായത് വെള്ളത്തിൽ പിഴുതു വീണ ഒരു മരം പോലെ ഇതിങ്ങനെ ഒഴുകി നടന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒഴുകി നടക്കാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടി താഴ്ത്തിയ ആ കല്ലും അതിനകത്തുണ്ട്. ആൻഡ് അണ്ടർ വിച്ച് അറ്റ് ഫസ്റ്റ് ഷീ വാസ് എ ബാർഡ് സാപ്ലിംഗ് ദാറ്റ് ഇറ്റ് ഡഗ് അപ്പ് ഓക്ക് ബോൺ ബ്രെയിൻ ഫ്രീ. പിന്നീട് എന്താ പറഞ്ഞത്? അണ്ടർ വിച്ച്, ഈ ഒരു കല്ലിനടിയിൽ, അറ്റ് ഫസ്റ്റ് ഷീ വാസ് എ ബാർഡ് സാപ്ലിംഗ്, ഒരു ശിഖരങ്ങളുള്ള ഒരു മരത്തിന്റെ ചെടി പോലെ അല്ലെങ്കിൽ മരത്തിന്റെ തൈ പോലെ ആയിരുന്നു അവൾ. അതായത് അവളുടെ കെട്ടിത്താഴ്ത്തിയ സമയത്ത് അവളുടെ മുടിയും കൈകാലുകളും ഒക്കെ ആ ഒരു മരത്തിന്റെ ശിഖരം പോലെ ഇങ്ങനെ വിടർന്നു കിടന്നിരുന്നു. പക്ഷെ പിന്നീട് അതിന് ഫോസിലിന്റെ രൂപമായി മാറി, വെറും സ്കെലിറ്റൻ മാത്രമായി മാറി. ആൻഡ് ദാറ്റ് ഈസ് ഡഗ് അപ്പ് ഓഫ് ബോൺ ബ്രെയിൻ ഫ്രീ. അതായത് പിന്നീട് ഇത് കുഴിച്ചെടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ വീണ്ടെടുക്കുന്ന സമയത്ത്, ഈ കെട്ടിത്താഴ്ത്തിയ സമയത്ത് ഒരു മരത്തിന്റെ ചില്ലകൾ പോലെയായിരുന്നു. മരവും മരത്തിന്റെ ചില്ലകളും പിഴുതു വീണാൽ എങ്ങനെ ഉണ്ടാവും അതേ അവസ്ഥ. അതായത് മുടിയൊക്കെ ഇങ്ങനെ വിടർന്ന് കിടന്ന് കൈയും കാലും ഒക്കെ വിടർത്തി വെച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവളെ പിന്നീട് കുറെ കാലക്രമേണ കുഴിച്ചെടുക്കുന്ന സമയത്ത് അവളുടെ അവസ്ഥ, ഷീ ഇസ് ഓർ ഹെർ ബോൺ ഇസ് ലൈക്ക് ഓക്ക്, ഓക്കിന്റെ മരം പോലെ അത്രയ്ക്ക് ശക്തമായി, എല്ലുകൾ മാത്രമേ ഉള്ളൂ, അത്രത്തോളം ശക്തമായി. അതേപോലെ അവളുടെ ബ്രെയിൻ ഫ്രീ, അവളുടെ ബ്രെയിനും വളരെ ചുരുങ്ങി അവിടെ ഒന്നും ഇല്ലാത്ത അവസ്ഥ, സ്കെൽറ്റൻ മാത്രമായിട്ട് കാണപ്പെട്ടു.
and her shaved head like a stubborn of black corn, and her blindfold a solid bandage, her nose a ring. പിന്നീട് പറയുന്നു, ഇവിടെ നമുക്ക് സിമിലി കാണാൻ സാധിക്കും. എവിടെയാണ്? ഹർ ഷേവ്ഡ് ഹെഡ്, അവളുടെ ഷേവ്ഡ് ഹെഡാണ്, അതായത് മുടി മുറിച്ച് മാറ്റിയിട്ടാണ് അവളെ, ഫുള്ള് മുടി മുറിച്ച് മാറ്റുന്നില്ല, കുറച്ച് മുടികൾ അവളുടെ കുറച്ച് മുടി മുറിച്ച് മാറ്റിയിട്ടാണ് അവളെ കെട്ടിത്താഴ്ത്തുന്നത്. സോ ഹർ ഷേവ്ഡ് ഹെഡ് ഇസ് ലൈക്ക് എ സ്റ്റബിൾ ഓഫ് ബ്ലാക്ക് കോൺ, അതായത് നെല്ല് മുറിച്ചെടുത്തതിന് ശേഷം, അതായത് എന്താണ്, കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കറ്റ, അതായത് പകുതി അവിടെ ഉണ്ടാവും, ആ ഒരു പകുതി ഭാഗം പോലെയാണ് അവളുടെ തലമുടി കുറ്റി അങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് ഹർ ബ്ലൈൻഡ് ഫോൾഡ് എ സോയിൽഡ് ബോണ്ടേജ്, ഹർ ന്യൂസ് എ റിംഗ്, ഒരു റിങ് പോലെ അവളുടെ കഴുത്തിന് ചുറ്റും ആ കയറുണ്ടായിരുന്നു. ആൻഡ് ടു സ്റ്റോർ ദ മെമ്മറീസ് ഓഫ് ലവ്, എന്തിനാണ്? ടു റിമൈൻഡ് ദ പീപ്പിൾ ഓഫ് ദി അഡൾട്ടറി, ഈ ഒരു അഡൾട്ടറിക്ക് അല്ലെങ്കിൽ സ്നേഹത്തിന് ഫലം, ഇവിടെ ഈ പെൺകുട്ടിയെ അഡൾട്ടറി എന്ന കുറ്റം ചുമത്തി, അതായത് ആ ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞു ട്രബിൾ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ബ്രിട്ടീഷ് അയർലൻഡ് സ്ട്രഗിൾ ആണ് നടക്കുന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഐറിഷ് പീപ്പിളിനെ പ്രണയിച്ച പെൺകുട്ടികൾ, അതായത് ഐറിഷ് ജനതയെ അല്ലെങ്കിൽ ഐറിഷ് ആണുങ്ങളെ പ്രണയിച്ച പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുകയും അവർക്ക് ഈ അഡൾട്ടറി കുറ്റം ചുമത്തിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും പറയപ്പെടുന്നു ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഈ ഒരു ഐറിഷ്മാനെ സ്നേഹിച്ചതായിരിക്കാം, അങ്ങനെ ഇവര് ഈ ഒരു കുറ്റം ചുമത്തി ആരോപണം ഉണ്ടാക്കിയിട്ട് പിടിച്ചുകൊണ്ട് വന്നതായിരിക്കും. അതാണ് പറയുന്നത് ടു സേ ഓഫ് ദ ലവ്, സ്നേഹിച്ച കുറ്റത്തിന് അതായിരിക്കാം. എന്താണ്? ദ മെമ്മറീസ് ഓഫ് ലവ് ലിറ്റിൽ അഡൾട്ടറസ് ബിഫോർ ദേ പണിഷ്ഡ് യു, എന്താണ്? ബിഫോർ ദേ പണിഷ്ഡ്, ദേ മീൻസ് ദ ഗവൺമെന്റ് ഓർ ദി അതോറിറ്റീസ് പണിഷ് യു, ദേ അക്യൂസ് ഓഫ് ദി ക്രൈം അഡൾട്ടറി, അഡൾട്ടറി എന്ന കുറ്റം ആരോപിച്ചു. ആൻഡ് യു വെയർ ഫ്ലാക്സൺ ഹെയർഡ് അണ്ടർ നറിഷ്ഡ് ആൻഡ് യുവർ ടാർ ബ്ലാക്ക് ഫേസ് വാസ് ബ്യൂട്ടിഫുൾ, ഒരുപാട് ദ്രോഹം അവർ ചെയ്തു. എന്താണ് ചെയ്തത്? ദേ വെയർ ഫ്ലോൺ ഹെയർഡ് ആക്കി മാറ്റി, അതായത് മുടി പകുതി മുറിച്ച് മാറ്റി. അണ്ടർ നറിഷ്ഡ് പോഷണം, അതായത് ഭക്ഷണമൊന്നും കൊടുക്കാതെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ആൻഡ് യുവർ ടാർ ബ്ലാക്ക് ഫേസ് വാസ് ബ്യൂട്ടിഫുൾ മൈ പുവർ സ്കേപ്ഗോട്ട് മീൻസ് ഇവിടെ എന്താണ്? ആ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ പെൺകുട്ടി, അതായത് ഈ ഒരു ആളെ പ്രണയിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അങ്ങനെയുള്ള ഈ പെൺകുട്ടിയുടെ മുഖം, ഈവൻ ദോ ഇറ്റ് വാസ് ടാർ ബ്ലാക്ക് ഫേസ്, അങ്ങനെ അവസ്ഥയിലാണെങ്കിൽ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഐ ഓൾമോസ്റ്റ് ലവ് യു, ഇവിടെ കവി പറയുന്നു ഐ ഓൾമോസ്റ്റ് ലവ് യു ബട്ട് വുഡ് യു ഹാവ് കാസ്റ്റ് ഐ നോ, ആൻഡ് ദ സ്റ്റോറീസ് ഓഫ് സൈലൻസ് ഐ ആം ദി ആർട്ട്ഫുൾ വോയർ. ഇവിടെ കവി പറയുന്നു ഐ ബിഗാൻ ടു ലവ് യു, എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നുന്നു, ബട്ട് ഐ ഹാവ് ടു കീപ് സൈലൻസ് ബിക്കോസ് ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ്. കാരണം കുറ്റം എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ പെൺകുട്ടി, നമ്മൾ പറഞ്ഞു ഈ പെൺകുട്ടിയിൽ കുറ്റം ആരോപിച്ചതാകാം, പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആ സമയത്ത് അതിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടാവില്ല. അതിന്റെ പേരിലായിരിക്കാം ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. സോ ഐ ആം ഓൾസോ എ സൈലന്റ് പേഴ്സൺ ടു ഹാവ് ബ്രിങ് ദിസ് ഫേറ്റ് ടു യു ഓഫ് യുവർ ബ്രെയിൻസ് എക്സ്പോസ്ഡ് ആൻഡ് ഡാർക്കൻഡ് കോംസ്. ഇവിടെ നമ്മൾ പറഞ്ഞു യുവർ ബ്രെയിൻ ഈസ് എക്സ്പോസ്ഡ്, ഇവിടെ അവളുടെ ആ ഒരു സ്കെൽറ്റൻ മാത്രമാണുള്ളത്. ആൻഡ് യുവർ മസിൽസ് വെബിങ്, യുവർ മസിൽസ് ആർ സീൻ ലൈക്ക് എ വെബ്, ഇപ്പൊ വെബ് പോലെ കാണപ്പെടുന്ന, ഒരു ചലന്തി വല പോലെ കാണപ്പെടുന്ന നിന്റെ മസിൽസ്. ആൻഡ് ഓൾ യുവർ നമ്പേർഡ് ബോൺസ്, ആൻഡ് നൗ ഐ ക്യാൻ നമ്പർ യുവർ ബോൺസ്, ഓരോ എല്ലുകളും എണ്ണി എടുക്കാം, കാരണം സ്കെലിറ്റൻ മാത്രമാണ് അങ്ങനെയുള്ള നിന്റെ ശരീരം. I who have stood dumb when your betraying sisters called in tar wept in the railing. And there may be similar girls, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം.
ഇവിടെ ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിട്രേയിങ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചതിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകാം. ആൻഡ് വെപ്റ്റ് ഇൻ ദ റെയിലിംഗ്. വെപ്റ്റ് ഇൻ ദ റെയിലിംഗ് മീൻസ് ഒരുപാട് പേരുടെ മുന്നിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ മുന്നിൽ തൻ്റെ കുറ്റങ്ങള് തൻ്റെ വിധി ഓർത്ത് കരഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകും. ആൻഡ് അറ്റ് ദിസ് ടൈം ഐ സ്റ്റുഡ് ഇൻ ഡംബ്. കാരണം ഡംബ് മീൻസ് ഞാനിവിടെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ദ സൊസൈറ്റീസ് ഡംബ്നെസ്. ഇതിനെതിരെ പ്രതികരിക്കാൻ സമൂഹം തയ്യാറല്ലാത്ത അവസ്ഥയും അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹൂ വുഡ് conneve in civilized outrage, yet understand the extract and tribal inmate revenge. Here, I join in outward anger as a civilized person at this uncivilized punishment. ഈ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺസിവിലൈസ്ഡ് പണിഷ്മെന്റ്. ഈ എന്താണ് പ്രാചീനമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്, ജനത കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഇതിലെ വ്യഭിചാര കുറ്റം ചുമത്തിയിട്ട് ഈ പെൺകുട്ടിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത്. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു കുറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ശിക്ഷ ആരോപിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുകയോ ശിക്ഷ കൊടുക്കുകയോ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ദ സൊസൈറ്റി അല്ലെങ്കിൽ ദ സിവിലൈസ്ഡ് സൊസൈറ്റി ഇസ് കീപ്പിംഗ് മം അഗെയിൻസ്റ്റ് ഓൾ ദീസ് ക്രൂവൽ ആക്ടിവിറ്റീസ്. അതും ഇവിടെ പറയുന്നുണ്ട്. ബട്ട് ഡീപ്ലി ഐ നോ ദ മോട്ടിവേഷൻ അഗെയിൻസ്റ്റ് ദ ഡ്രാസ്റ്റിക് ആൻഡ് ടെറിഫിക് പേഴ്സണൽ വെഞ്ചൻസ്. ഇവിടെ ദ പോയിന്റ് എക്സ്പ്രസസ് ഹിസ് പേഴ്സണൽ വെഞ്ചൻസ്. തനിക്ക് ഉള്ള ആ ഒരു വ്യക്തിപരമായ പ്രതികാരം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിപരമായ രോഷമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. കാരണം ദ സൊസൈറ്റി ഈസ് കീപ്പിംഗ് mum against all these inequalities and all these cruelties. ഈ ക്രൂരതകൾക്കെതിരെ സമൂഹം പരിഷ്കൃത സമൂഹമാണ്, സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. അദ്ദേഹം ഈ ലാസ്റ്റ് പാർട്ടിൽ പരിഷ്കൃത സമൂഹത്തെ പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് തീംസ് ഇൻ ദിസ് പോം. ദ ഫസ്റ്റ് വൺ ഈസ് ദ പെർമനൻസ് ഓഫ് വയലൻസ് ആൻഡ് പേഴ്സണൽ വെഞ്ചൻസ്. ആ ഒരു വയലൻസ്, അക്രമാസക്തമായ ആ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത്. ദെൻ വോയറിസം വേഴ്സസ് ആക്ടിവിസം. വോയറിസം വേഴ്സസ് ആക്ടിവിസം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുറ്റം ഒരാൾ ചെയ്യുമ്പോൾ ആ കുറ്റം ചെയ്ത ആളുകളെ എല്ലാവരെയും കൂട്ടാതെ ഒരാളെ മാത്രം കുറ്റം ആരോപിച്ച് തൂക്കിക്കൊല്ലുന്ന അവസ്ഥ. ദെൻ ആർട്ട് ആൻഡ് പ്രിസർവേഷൻ. ഇനി കല കാണാൻ സാധിക്കും, അതായത് ആ ബോഡിയുടെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, അതേപോലെ തന്നെ പ്രിസർവേഷൻ. ഇവിടെ ആ ഒരു ബോഗില് ആ ബോഡി സൂക്ഷിക്കുന്ന അവസ്ഥ. ദെൻ മിസോഗണി. മിസോഗണി മീൻസ് അഡൾട്ടറി. ഒരുപാട് പേരുമായിട്ടുള്ള ബന്ധത്തെയാണ് മിസോഗണി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തീംസ് ഒക്കെ നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കും. ഈ കവിതയിൽ സാധാരണ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ഇതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പണിഷ്മെന്റ് എന്നത് ഇവിടെ ആ ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ചോദിക്കാവുന്നത് ഇതിലെ സിമിലി നമ്മൾ പറഞ്ഞു, പോയറ്റിക് ഡിവൈസസ് ചോദിക്കാം, പിന്നീട് സ്റ്റാൻസ സ്ട്രക്ചർ ചോദിക്കാം. ഇത്രയുമാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട തീംസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.